wabarakatuh. കേൾക്കുന്നുണ്ടോ? Yes, you all can on your cameras, okay? Okay. നമുക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഒരു 5 minutes വെയിറ്റ് ചെയ്യാം. Before that, we'll introduce ourselves. My name is Fatima Ghalib. ടീച്ചർ ഡെന്റിസ്റ്റ് ആണ്. പിന്നെ ടീച്ചർ ഖുറാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. Okay? അപ്പൊ I'm from Kannur. Okay, I have 4 kids. Okay? So, you'll introduce yourself, right? Okay, മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും ടീച്ചർ പറയുന്നത്? Yes? Okay, yes. നമ്മളെ ബാച്ച് സൂറത്തുൽ ബക്കറന്റെ തിലാവയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ബക്കറ ജസ്റ്റ് ഓതിപ്പോയാൽ പോരാ, നമുക്ക് അതിന്റെ തജ്വീദിന്റെ നിയമങ്ങൾ, അതായത് ഖുറാന് ഏത് സൂറത്തും നല്ല രീതിയിൽ ഓതാൻ പഠിക്കണം. അതുകൊണ്ടാണ് ടീച്ചർ സൂറത്തുൽ ബക്കറ സെലക്ട് ചെയ്തത്. സൂറത്തുൽ ബക്കറയിൽ എത്ര ആയത്തുണ്ടെന്ന് അറിയോ? Does anyone know? It is the biggest surah of the Quran. ഏറ്റവും വലിയ സൂറത്താണ് ഖുറാന്റെ. മനസ്സിലായല്ലോ? അപ്പൊ അതിൽ 286 വേഴ്സസ് ഉണ്ട്, 286. ഓക്കെ, അപ്പൊ എല്ലാ കുട്ടികളും 286 കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമാണ് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക്, എനിക്കറിയാം ഇൻ ബിറ്റ്വീൻ നമുക്ക് റമദാൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് മാർച്ചിൽ എക്സാം എല്ലാം വരുന്നുണ്ടെന്ന് ടീച്ചറിന് അറിയാം. അതനുസരിച്ചിട്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് ജാനുവരി ഫെബ്രുവരി ഫുള്ളും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കും. ഓക്കെ, എക്സാമിന്റെ സമയത്ത് ടീച്ചർ നിങ്ങൾക്ക് ഒന്നരാടം വെച്ചിട്ട് ക്ലാസ് മാറ്റിത്തരും. നിങ്ങൾക്ക് മാക്സിമം പോർഷൻസ് കവർ ചെയ്തിട്ട്, എന്നിട്ട് എക്സാം ടൈം നിങ്ങൾക്ക് പഠിക്കണ്ടേ, എക്സാം അല്ലേ, ആ സമയത്ത് നോക്കാം. നോമ്പിന്റെ സമയത്ത് ലാസ്റ്റത്തെ 10 ക്ലാസ് ഉണ്ടാവില്ല, പക്ഷെ ആദ്യത്തെ 20 ദിവസം ക്ലാസ് ഉണ്ടാവും കേട്ടോ. അത് നോക്കിയിട്ട് ടൈം ചേഞ്ച് ആക്കാൻ പറ്റും നോക്കട്ടെ കേട്ടോ. ഓക്കെ, ആൽസേ. സോ ഹൗ ആർ യു ഓൾ? ഫൈൻ, അൽഹംദുലില്ലാ. അപ്പൊ ഇവിടെ എല്ലാവരും 9 to 15 ഏജ് ഉള്ള ഗേൾസ് ആൻഡ് ബോയ്സ് ഉണ്ട്. അപ്പൊ കൂടുതൽ ഗേൾസ് ആണ് ഉള്ളത്. നിങ്ങൾ എല്ലാവരും സ്വന്തം ഇൻട്രൊഡ്യൂസ് ചെയ്തോ കേട്ടോ. പേർപ്പിൾ സ്കാർഫ് ഇട്ട് ഫാത്തിമ ഫിദ എന്നാ പേര്? ഓക്കെ മോളെ, പറഞ്ഞോ. മലയാളം ഓർ ഇംഗ്ലീഷ് യു ക്യാൻ യൂസ്. ഓക്കെ, introduce yourself. Assalamu alaikum. I am Fatima Fida from Thrissur. മോൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th. ഓക്കെ, അത് മതി, ജസ്റ്റ് അത്രയും മാത്രം മതി, നോ പ്രോബ്ലം. അടുത്തത് സൽഹാന പേരുള്ളത്. introduce yourself. My name is Fatima Salha. I am coming from Malappuram. My class stand is 7th. 7th standard. മാഷാഅല്ലാഹ്, ബറക്കല്ലാഹ്. ഇമാദിന്റെ ടീച്ചറെ ഓൾറെഡി അറിയാം. ഓക്കെ, ഇമാദ് ടീച്ചറിന്റെ ഒരുപാട് കോഴ്സിൽ ഉണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ ലെറ്റ് ഹിം ഇൻട്രൊഡ്യൂസ്. Can you introduce yourself, Imad? Assalamu alaikum. My name is Imad Farooq. I am from Kannur. I am studying in 4th standard. Yes, മാഷാഅല്ലാഹ്. നൈഫ മറിയം എന്ന് കാണുന്നുണ്ട്, മോളെ പറയാം. Assalamu alaikum. My name is Naifa Mariam. I am coming from Malappuram. I am studying 5th standard. 6th standard. മാഷാഅല്ലാഹ്, ബറക്കല്ലാഹ്. Ramzan, how are you? I am fine, ma'am. Fine. Okay. Introduce yourself. Okay, ma'am. My name is Ramzan. I am from Iran. I am in 5th standard. Okay, dear. Barakallah. Hanan Fatima. Assalamu alaikum. Myself Hanan Fatima. I am from Ernakulam. I am in 8th standard. 8th standard. Okay, dear. ഒരാളും കൂടി ഉണ്ട്. ഇപ്പൊ കണ്ടിന് ഒരാള്, ഒരു സ്റ്റുഡന്റിനെ കൂടി കണ്ടിട്ടുണ്ടായിരുന്നു, ഷർമിനാസ് എന്ന്. ലെഫ്റ്റ് ആയാ. ടോട്ടൽ നമുക്ക് 16 സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ ബാച്ചില്. ഷർമിനാസ്, യുവർ നെയിം? ഷർമിനാസ്? No. എന്താ പേര് മോളെ? My name is Shaza and I'm studying
എത്രയിലാ? 8th. 8th. മോളെ വീട് എവിടെയാ? പാരാൽ. ഓക്കെ. അപ്പൊ നമ്മൾ 1 2 3 4 5 6 7 സ്റ്റുഡൻസിനെ ജോയിൻ ചെയ്തിട്ടു. ടീച്ചർ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് ഇടുന്നുണ്ട്. ഇന്ന് നമ്മൾ ഒഫീഷ്യൽ ആയിട്ട് ഒന്നും കാര്യമായിട്ട് പഠിക്കുന്നില്ല. പക്ഷെ ഇൻട്രൊഡക്ഷൻ ടു ഖുറാൻ എന്തായാലും പഠിക്കും. നിങ്ങളെല്ലാം എന്തിനാണ് ശരിക്കും ഈ കോഴ്സിൽ ചേർന്നേ? എന്റെ മോന് my mother said to learn Bakara. ബക്കറ ആരെങ്കിലും ഓതിനാ? Has anyone tried reading Bakara? Yes, ma'am. I know about 30 years, 30 years, 35. 35 years. ആരെങ്കിലും Reading I know. വേറെ ആരാ? റംസാൻ ഓൾസോ. വേറെ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തിനാ? നോമ്പിനെല്ലാം ഇങ്ങനെ ഓതലുണ്ടാ ആരെങ്കിലും? പണ്ട് ഓതാറുള്ളൂ, പക്ഷെ ഇപ്പൊ എല്ലാ മഗ്‌രിബിനും ഓതാറുണ്ട്. അതെയാ, മാഷാ അല്ലാഹ്. സൂറത്തുൽ ബക്കറിന്റെ ബർക്കത്താണ്, ഭയങ്കര ബർക്കത്തുള്ള ഒരു സൂറത്താണ്, ബ്ലെസ്സിങ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി 6 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഈ ബ്ലെസ്സിങ്സ് കിട്ടും. ഓക്കെ. സൂറത്തുൽ ബക്കറയും സൂറത്തുൽ ആല ഇമ്രാനും സഹറവൈൻ എന്നാ പറയാ. ആ 2 സൂറത്തിനും ഒരു പേരുകളുണ്ട് കോമൺ ആയിട്ട്. ഇപ്പൊ നമ്മള് ഫ്ലവേഴ്സ് അങ്ങനെല്ലാം പറയുന്നില്ല, അതേപോലെ സഹർ എന്ന് പറഞ്ഞാല് ഫ്ലവർ തന്നെയാണ്, സഹറവൈൻ. അപ്പൊ 2 ഫ്ലവേഴ്സ്. എന്താണ് ശരിക്കും ഇതിന്റെ പ്രത്യേകത? സൂറത്തുൽ ബക്കറ നമുക്ക് ഡേ ഓഫ് ജഡ്ജ്മെന്റ് ഇല്ലേ, നമ്മള് അവസാന നാളില് നമുക്ക് ഷെയ്ഡ് ഹുവർ റിസൈഡ് സൂറത്തുൽ ബക്കറ, അള്ളാഹു അവർക്ക് ഷെയ്ഡ് കൊടുക്കുന്ന പറയും. അത് മെമ്മറൈസ് ചെയ്ത ആൾക്കാർക്ക്, ഹിഫ്ള് ചെയ്താൽ. മനസ്സിലായ? ദോസു ബൈഹാർട്ട് ചെയ്തവർക്ക്. സൂറത്തുൽ ബക്കറ വലുതല്ലേ, ഏറ്റവും വലിയ സൂറത്താണ് ഇത്. അപ്പൊ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ഇതെല്ലാം ഓതാനും പഠിക്കുന്ന കുട്ടികളും സ്റ്റുഡൻസിനും എത്ര അള്ളാഹിന്റെ കണ്ണിന്റെ മുമ്പിൽ ഭയങ്കര ശ്രേഷ്ഠതയാണ്. ശ്രേഷ്ഠത മീൻസ് ഭയങ്കര, അള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഖുറാൻ ഓതുന്ന ആൾക്കാരെയും ഖുറാനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഫുള്ളും. നമ്മള് ഖുറാൻ മാത്രമല്ല, വാട്ട് എവർ ഇസ്ലാമിൽ നിങ്ങൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് കൂലി കിട്ടും, അല്ലെ? അതേപോലെ തന്നെയാണ് നമുക്ക് ഖുറാൻ ഓതുമ്പോ ഓരോ ലെറ്റർ, ഓരോ ഹർഫിനും നിങ്ങൾക്ക് കൂലിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അൽഹംദു ലില്ലാഹി ഇങ്ങനെ പറയുന്നു വിചാരിച്ചോ. അൽഹംദുക്ക് എത്ര ലെറ്റർ ഉണ്ട്? ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദേർ ഇൻ ദ വേർഡ് അൽഹംദു? ആ 1 2 ലാം 4 5 5 ഹ മീം ദാൽ. അപ്പൊ 5 into 10, ഒരു ലെറ്ററിന് 10 ആണെങ്കിൽ 5 into 10 എത്രയായി? 50. 50. അപ്പൊ 50 റിവാർഡ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ടീച്ചർ നിങ്ങൾ അറിയാതെ ഒരു മിസ്റ്റേക്ക് ചെയ്തു പോയി. നമ്മൾ മനഃപൂർവ്വം തെറ്റിക്കോ ഖുറാന്? ആരെങ്കിലും മനഃപൂർവ്വം തെറ്റിക്കോ? ഇല്ല, ആരും അങ്ങനെ ചെയ്യൂല. നമുക്ക് ആർക്കും ഇഷ്ടവുമല്ല തെറ്റിക്കാൻ, അല്ലെ? നമ്മളിപ്പോ ടീച്ചേഴ്സിന് മുമ്പ് തന്നെ നമ്മള് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അറബിക്കെല്ലാം നമ്മൾ വായിച്ച് സ്റ്റോറി എല്ലാം ഉണ്ടാവൂലേ? അപ്പൊ നിങ്ങളുടെ ടീച്ചർ വായിക്കുമ്പോ തെറ്റുമ്പോ നമുക്ക് എന്തോ പോലെ അല്ലേ, വി ഫീൽ ബാഡ്, നോ? അല്ലെ? ടീച്ചർ വായിക്കാൻ പറയുമ്പോ അപ്പൊ നമ്മൾ അള്ളാന്റെ മുമ്പിൽ ഓന്നല്ലേ? നമ്മള് ശരിക്കും ആർക്കാണ് ഓതുന്നേ ഖുറാന്? ഉമ്മാക്ക് വേണ്ടിട്ടാ? അല്ല, വാപ്പാക്ക് വേണ്ടിട്ടാ? ഉമ്മാനെ സന്തോഷിപ്പിക്കാനും വാപ്പാനെ സന്തോഷിപ്പിക്കാൻ മാത്രമാണ് നമ്മൾ ഖുറാൻ ഓതുന്നേ? ആരെയാണ് നമുക്ക് ശരിക്കും സന്തോഷിപ്പിക്കേണ്ടത്? അള്ളാഹ്. അപ്പൊ അള്ളാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്തും, നമ്മളിപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളെ നമുക്ക് ഗിഫ്റ്റെല്ലാം കൊടുക്കൂലേ, അല്ലെ? ഇപ്പൊ നിങ്ങളെ ഫ്രണ്ട്സ് എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ആണെങ്കിൽ നമ്മളിപ്പോ ചെറിയ ചെറിയ ഗിഫ്റ്റ് കാർഡെല്ലാം ആക്കൂലേ? അതുപോലെ തന്നെ വെൻ യു റിസൈറ്റ് ദ ഖുറാൻ, നമ്മൾ ഖുറാൻ നന്നായിട്ട് ഓതുമ്പോ ഏഞ്ചൽസ് ഇല്ലേ, മലക്കുകള് നിങ്ങൾ ഇതെല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. ഏറ്റവും നല്ലോണം ഓതുന്ന ആളുകള്, ഓക്കെ, ദേ വിൽ ബി അമംഗ് ദ ഏഞ്ചൽസ് എന്നാ പറയുന്നത്. ഏഞ്ചൽസിന്റെ പദവിന്റെ കൂടെയാണ് ഈ നന്നായിട്ട് ഓടുന്ന ആൾക്കാർ. മനസ്സിലായോ? അതേപോലെ ഇപ്പൊ അറിയാം, നിങ്ങൾ മിസ്റ്റേക്ക് ആക്കിയെന്ന് വിചാരിക്കും, പക്ഷെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെ? വി ആർ ഹാർഡ് വർക്കിംഗ്. നമ്മൾ ഓരോ ലെറ്റർ തെറ്റുമ്പോ പിന്നെ ശരിയാക്കാൻ നോക്കുന്നത്, വീണ്ടും വീണ്ടും വി ആർ ട്രൈങ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും വേറെ കൂലിയുണ്ട്, അതറിയോ? അള്ളാഹു കൂലി റെഡ്യൂസ് ചെയ്യുന്നില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എന്ത് ചെയ്താലും ഖുറാന്റെ കാര്യം മാത്രമല്ല, വാട്ട് എവർ ഗുഡ് യു ആർ ഡൂയിങ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അള്ളാഹ് മലക്കുകളോട് എഴുതാൻ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയില്ലേ നമ്മളെ ലെഫ്റ്റും റൈറ്റും മലക്കുകൾ ഉണ്ടെന്ന്? ഇതല്ലേ, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യല്ലേ? യെസ് ഓർ നോ? നമ്മുടെ നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകൾ ഉണ്ട്. അപ്പൊ നന്മകൾ എഴുതുന്ന റൈറ്റ് സൈഡും
തിന്മകൾ എഴുതുന്നത് ലെഫ്റ്റ് സൈഡാന്ന് നമുക്കറിയാം. അപ്പൊ നന്മകൾ എഴുതുമ്പം നമുക്ക് അത് പെട്ടെന്ന് എഴുതും. നമ്മളിപ്പോ സുബ്ഹാനല്ലാഹ് പറഞ്ഞു, അൽഹംദുലില്ലാ, ഖുർആൻ ഓതി, നിസ്കരിച്ച്, എല്ലാ മലക്കുകൾ പെട്ടെന്ന് എഴുതും. പക്ഷെ ഈ ലെഫ്റ്റ് ഇല്ലേ, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താല് അത് വേഗം കൂടി എഴുതൂല. നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായ? നമ്മൾ ആ തെറ്റ് റിപ്പന്റ് ചെയ്ത്, നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്ത് കളവ് പറഞ്ഞെന്ന് വിചാരിച്ചു, ഫോർ എക്സാമ്പിൾ വി ലൈഡ്, അപ്പൊ മലക്ക് അത് പെട്ടെന്ന് എഴുതൂല എന്നാ പറയുന്നത്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് ഞാൻ ടീച്ചർ കണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇറ്റ് ഡസന്റ് റൈറ്റ് ഹീ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് പറയാൻ കഴിയില്ല അത് മലക്ക് ആണോ അല്ല പെണ്ണോ. അപ്പൊ ദ ഏഞ്ചൽ എന്ന് പറയാം. ദ ഏഞ്ചൽ ഡസന്റ് റൈറ്റ് യുവർ ഡീഡ്സ്, അതായത് ബാഡ് ഡീഡ്സ്. മനസ്സിലായ? ഗുഡ് ഡീഡ്സ് പെട്ടെന്ന് എഴുതും, ബാഡ് ഡീഡ്സ് അങ്ങനെ എഴുതൂല. അപ്പൊ അൽഹംദുലില്ലാ, അള്ളാഹ് നമുക്ക് കുറെ കാര്യങ്ങളിൽ ബ്ലെസ്സിങ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും ഈ ടൈം നിങ്ങൾ ഒരു 5 ആയത്ത് ഓതുമ്പോ ആ ഒരു ഗാദറിംഗ്, ഇതിപ്പോ നമ്മുടെ ഗാദറിംഗ് ആണ്, ഈ ഗാദറിംഗ് ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങള് അള്ളാഹുവിന്റെ എന്ത് ക്ലാസ്, ഖുറാൻ ക്ലാസ് ഇത് മാത്രല്ല കേട്ടാ, വാട്ട് എവർ യു അറ്റൻഡ്, നിങ്ങൾ ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്താലും ഏഞ്ചൽസ് അവിടുന്ന് മേലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ പറയും, ദ ഡോട്ടർ ഓഫ് സോ ആൻഡ് സോ ഈസ് ലിസണിങ് ടു ദ വേർഡ്സ് ഓഫ് അള്ളാഹ്. ഇപ്പൊ നിങ്ങൾ ഖുറാൻ കേൾക്കുന്നതാണെങ്കിൽ അങ്ങനെ, ഖുറാൻ പഠിക്കുന്ന ആളെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ഉമ്മാന്റെ പേര് റഹീല, എന്റെ ഉപ്പാന്റെ പേര് ഗാലിബ്. അപ്പൊ പറഞ്ഞ് ദ ഡോട്ടർ ഓഫ് റഹീല ആൻഡ് ഗാലിബ് ആർ is teaching ഖുറാൻ. അള്ളാഹിനോട് പറഞ്ഞു കൊടുക്കണം. അള്ളാഹ് ഇങ്ങനെ ചോദിക്കുമല്ലോ മലക്കുകളോട്, എന്താണ് എന്റെ അടിമ ചെയ്യുന്നത്? അപ്പോ അതേപോലെ ടീച്ചർ പഠിപ്പിക്കുമ്പോ ഇപ്പൊ ടീച്ചറിനെ പറ്റി എഴുതുന്നുണ്ട്, അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ എഴുതിക്കൊണ്ട് നിങ്ങളുടെ റെക്കോർഡിൽ. മനസ്സിലായ? ഹനാൻ ഇവര് മോള് എന്താ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ വാക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കുന്നത്, അതായത് ബ്ലെസ്സിങ് ആണ്. അപ്പൊ നിങ്ങള് എന്ത് ഖുറാൻ ക്ലാസ് അറ്റൻഡ് ചെയ്താലും അള്ളാഹ് നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തരും. മനസ്സിലായോ? അപ്പൊ ബക്കറ എന്ന് പറയുന്നത് ഏറ്റവും ബ്ലെസ്ഡ് സൂറ. എല്ലാ സൂറത്തും ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഖുറാനില്. പക്ഷേ അല്ലേ, ബക്കറ എല്ലാ ദിവസവും ഓതണം വീട്ടില്. അതറിയോ ഹദീസ്? ബക്കറ എല്ലാ ദിവസവും ഓതുമ്പോ നമ്മളെ വീട്ടില് കണ്ണേർ ഉണ്ടാവില്ല. മനസ്സിലായ? അതായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മായന് പോകും, ഈവളായി. പിന്നെ അതേപോലെ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത, രോഗങ്ങള്, ഡിസീസസ്, നമ്മളെ മനസ്സിലെ വിഷമങ്ങള്, അതൊന്നും നമുക്ക് കിട്ടൂല. അതായത് ഇറ്റ് ഇസ് എ വെരി ബ്ലെസ്ഡ് സൂറ എന്നാ പറയും. പനിയെല്ലാം പിടിക്കൂ, ആ ടീച്ചർ അങ്ങനെ പറയുന്നില്ല, പക്ഷെ ബക്കറ ഓതിയ വീട്ടില് ഭയങ്കര ബ്ലെസ്സിങ്സ് ആണ്. ഓക്കെ, ബക്കറ ഓതാത്ത വീട്ടില് ഗ്രേവ് യാർഡ് പോലെയാണെന്നാ പറയുന്നത്. ഗ്രേവ് യാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെമിട്രി ഇല്ലേ, കബറെല്ലാം വെക്കുന്നത്, അതുപോലെയാണ് ബക്കറ ഓതാത്ത വീട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. ടീച്ചർ ഇപ്പൊ ഇതെല്ലാം എന്തിനാ പറഞ്ഞിരുന്നത്? നമുക്ക് ഇനി ലൈഫിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം, അല്ലേ? ബക്കറ ഫുള്ള് ഓതാനല്ല കേട്ടാ മക്കളെ, ഒറ്റയടിക്ക് ഓതാൻ കഴിയില്ല എന്തായാലും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഡെയിലി ഒരു 6 or 7 വേഴ്സസ് വെച്ചിട്ട് ഓതിയാൽ മതി, അല്ലെ? അങ്ങനെ നിങ്ങൾ പ്രോമിസ് ചെയ്യോ, നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ആയാലും ഞാൻ ബക്കറ അറ്റ്ലീസ്റ്റ് ഒരു 5 ആയത്തെങ്കിലും ഡെയിലി ഓതും. യെസ്, എന്റെ ഫാമിലിയിൽ ബ്ലെസ്സിങ്സ് വരണം, എന്റെ വീട് നല്ല ബർക്കത്ത് വരണം, അല്ലെ? നമുക്കതല്ലേ വേണ്ടേ? അല്ലെ? നമ്മൾ സ്കൂളിന്റെ കാര്യം നമ്മൾ എത്ര മെനക്കെട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സാം, മാത്സ് ആയാലും ഹിന്ദി ആയാലും വി ഓൾ ആർ വർക്കിംഗ് ഹാർഡ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടും വിൽ വർക്ക് ഹാർഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞു. നൗ ടെൽ മീ, ഖുർആൻ എന്താണ് ശരിക്കും? ഖുർആൻ, വാട്ട് ഇസ് ദ ഖുർആൻ? ഇത് ശുദ്ധമായിട്ട് അറബി ഭാഷയില് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വേർഡ്സ് ആണ്, ഇറക്കിയ വേർഡ്സ് ആണ്. ഹി സ്പോക്ക് ദീസ് വേർഡ്സ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇത് സംസാരിച്ചത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതങ്ങനെ ബുക്കായിട്ട് വന്നത്? ആർക്കെങ്കിലും അറിയോ ആർക്കാണ് ആദ്യമായിട്ട് വഹി എത്തിച്ചു കൊടുത്തത്? ഏത് നബിക്കാണ്? പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് ആദം നബിക്കൊന്നും കൊടുത്തിട്ടില്ലേ? ആദം നബിക്കെല്ലാം കൊടുത്തിട്ടുണ്ടായിന്. അതായത് അള്ളാഹിനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിന്. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ് ഇങ്ങനെ അറബിക് ലാംഗ്വേജിൽ ഇങ്ങനെ ഒരു ഗ്രന്ഥം ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നത്. മനസ്സിലായ?
അപ്പൊ നബിയുടെ കാലത്ത്, അതായത് വെൻ ഡിഡ് ഹി, ചില ആൾക്കാർ പറഞ്ഞ റബിയുൽ അവ്വൽ 12 ജനിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ അത് ക്ലിയർ പ്രൂഫ് അല്ല. എന്നാലും അദ്ദേഹം ജനിച്ചിട്ട് എപ്പോഴാണ് പ്രോഫറ്റ്ഹുഡ് കിട്ടുന്നതെന്ന് അറിയോ? ഏത് ഏജിലാണ്? 40 വയസ്സ്. ഓക്കെ, അതിനു മുമ്പ് ഡിഡ് ഹി മാരി? അദ്ദേഹം കല്യാണം കഴിച്ചിരുന്നു. കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നേ. എന്തുകൊണ്ടാണ് ഓരോ വൈഫ്, അതായത് ഖദീജ ബീബി ഓരോ കല്യാണം കഴിച്ചേന്നറിയോ? വാട്ട് ഇസ് ദ സ്പെഷ്യൽ? ഖദീജ ബീബി ഭയങ്കര വലിയ ബിസിനസ് വുമൺ ആണ്. ഷീ വാസ് എ ഗുഡ് ബിസിനസ് വുമൺ. അപ്പൊ കച്ചവടം നടത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ട് ഓരോ ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള ഇതില്ലേ, പെർച്ചേസും ആ ഒരു പ്രോസസ് ഇല്ലേ, അത് കണ്ടിട്ട് ഓർക്ക് ഒരു അട്രാക്ഷൻ തോന്നിയതാണ് ശരിക്കും ഖദീജ ബീവിക്ക്. അപ്പൊ ഓറ് ചോദിക്കും ഇത് ആരാന്ന്. അപ്പൊ പറയും നമ്മൾ അല്ലമീൻ എന്നാ വിളിക്കല്, അവിടുത്തെ ആൾക്കാര് ഭയങ്കര ട്രസ്റ്റ് വേർതി പേഴ്സൺ ആണ്. അപ്പോ അവര് ഇസ്ലാം, അതായത് അവര് ആ ടൈം കല്യാണം കഴിക്കാൻ ചോദിക്കുമ്പോ ഇവരെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ചെറിയൊരു സ്റ്റോറി പറയുന്നതാണ് കേട്ടോ. പക്ഷെ വെൻ ഡിഡ് ഹി, ആ സമയത്തെ ഓറ് ഭയങ്കര സിൻസിയർ ആണ്. 5 വയസ്സാവുമ്പോ തന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹാർട്ട് കഴുകിയ ഒരു ഹദീസ് അറിയോ? കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ്? എല്ലാരും പേടിച്ചോടും. പക്ഷെ നബീനെ ഒന്ന് കടത്തിട്ട് അപ്പൊ കടത്തിനോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊരു ഹദീസ് ഉണ്ട്, ലൈക്ക് 5 years തന്നെ അദ്ദേഹത്തിന്റെ ഹാർട്ട് കഴുകും എന്ന് പറയുന്നത്, വാഷ് ചെയ്യുന്നത്. അതൊരു മിറാക്കിളാണ്. അള്ളാഹ്ക്ക് മിറാക്കിൾസ് പെർഫോം ചെയ്യാം. അപ്പൊ ഇസ്ലാമൊന്നും വിശ്വസിക്കാത്ത ആൾക്കാർ പറയും എന്തെല്ലോ പറയുന്നതാണ്, ഫേക്ക് സ്റ്റോറിയാണ്. പക്ഷെ നമുക്ക് അത് ഹദീസിലുണ്ട്. അപ്പൊ ഖുർആൻ നമുക്കൊരു പ്രൂഫാണ്. രണ്ടാമത്തെ പ്രൂഫാണ് ഹദീസ്. ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് ഹദീസ്? ഹദീസ് എന്ന് പറഞ്ഞാല് അദ്ദേഹം ജനിച്ച രീതിയാണ്, ദ വേ ഹി ലിവ്ഡ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്, ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, ഇങ്ങനെയാണ് മാതാപിതാക്കളോട് പെരുമാറേണ്ടത്, ഇതുപോലെയാണ് നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ ജീവിക്കേണ്ടത്, നിങ്ങളുടെ മക്കളോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ഇതാണ് ഹദീസ്. മനസ്സിലായ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഏറ്റവും കൂടുതൽ ഹദീസ് ശേഖരിച്ച വൈഫ് ആരാന്നറിയോ? അവർക്ക് 11 ഭാര്യമാരുണ്ടായി. ഓക്കെ, ഹു വാസ് ദ വുമൺ ഹു ഗാദേർഡ് എ ലോട്ട് ഓഫ് ഹദീസ്? ഏറ്റവും കൂടുതൽ ഹദീസ് ലാസ്റ്റ് വൈഫിന്റെ പേര് അറിയോ? സ്റ്റാർട്ട്സ് വിത്ത് എ. അല്ല, ആമിന അവർ ഉമ്മയല്ലേ? എന്നോട് ആമിന കോമൺ നെയിം. നമ്മളെല്ലാരും അവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നവരെ, വഫാത്താവുന്നവരെ കൂടെ. യെസ്, ആയിഷ റളിയല്ലാഹു അൻഹ. ഷീ വാസ് ദ വുമൺ ഹു ഗാദേർഡ് ദ ലോട്ട് ഓഫ് ഹദീസ്. ഹദീസ് എന്ന് പറഞ്ഞാൽ 1 2 അല്ല. നമ്മളിപ്പോ ഒരു ഡേ ജീവിക്കുന്ന പോലെ അല്ല എഴുതി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ജീവിത കഥ, എന്റെ മോളുണ്ട് 10 years. അപ്പൊ ഷീ ഈസ് റൈറ്റിംഗ്, മൈ മദർ woke up at 7 AM. My mother woke up at 5 AM. She prayed the tahajjud this way. She prayed like this. അപ്പൊ ഇങ്ങനെയല്ല. She went to the toilet. She was eating with her right hand. ഇങ്ങനെയല്ല പറയൂലേ? അപ്പൊ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിൽ ജീവിച്ചല്ലേ, ഓരോ വൈഫല്ലേ. അപ്പൊ എല്ലാം കണ്ടിട്ടില്ലേ, ഇവർ എല്ലാം കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ സഹാബാക്കളും ആയിഷ റളിയല്ലാഹു അൻഹയോട് പോയി ചോദിക്കും, എങ്ങനെ നബി തിന്നുന്നത്, അല്ലെങ്കിൽ നബി എങ്ങനെയാണ് ടോയ്ലറ്റിൽ പോകുമ്പോ റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ ഉപയോഗിക്കുന്നത്, എന്തെങ്കിലും ദുആ പറയാറുണ്ടോ? മനസ്സിലായ? അപ്പോ ആ ഹദീസിന് പ്രൂഫാണ്, ബുക്സിൽ അത് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യണം. ചില കാര്യങ്ങൾ ഖുറാനിൽ ഉണ്ടാവും ചിലപ്പോ, പക്ഷെ അത് ഹദീസിലുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. മനസ്സിലായ? അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ മക്കളെ. ഖുറാനില് ഇല്ലാത്ത ചില കാര്യങ്ങൾ ഹദീസിന്റെ ബുക്കിൽ ഉണ്ടെങ്കിൽ നമുക്കത് ഫോളോ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഖുറാനിൽ നമുക്ക് ഇങ്ങനെ ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കേണ്ടത്. പക്ഷെ നിസ്കരിക്കുന്ന രീതി ഫുള്ളായിട്ട് ഹദീസിലല്ലേ പറഞ്ഞത്. ഇത് നിസ്കരിക്കണം എന്നുണ്ട്, ബട്ട് ഇപ്പൊ വഖീമുസ്സലാത്ത വാതുസ്സക ഇങ്ങനെയുള്ള ആയത്തുകളിലുണ്ട്.
അപ്പൊ എന്താ പറയുന്നത്, നമസ്കാരം നിലനിർത്തുന്നതും സക്കാത്ത് കൊടുക്കുന്നതും. പക്ഷെ നമസ്കരിക്കുന്നത് എങ്ങനെയാണ് ആ രൂപം, ഇറ്റ് ഈസ് ഇൻ ദ ഹദീസ്. അങ്ങനെ കുറെ കാര്യം വുളൂണ്ട്. വുളൂവിന്റെ കാര്യത്തില് സൂറത്തുൽ ബക്കറയിലാണോ അല്ലെങ്കിൽ മായിദയിലാണോ എന്ന് അറിയില്ല, ഷുവർ അല്ല, ഖുറാനിലുണ്ട് ഇങ്ങനെയാണ് വുളു എടുക്കേണ്ടത്. അതായത് മുഖവും കൈകളും കാലും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ചെവിയെല്ലാം ഒരു പ്രാവശ്യം കങ്ങേണ്ട ആവശ്യമില്ല ശരിക്കും. അപ്പൊ അങ്ങനെ ഒരു ചെറുങ്ങനെ മാത്രമേ ഖുറാനിൽ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ ബ്രീഫ് കൂടുതൽ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഹദീസിലുണ്ടാവും. അപ്പൊ ഇങ്ങനെയല്ല നമ്മൾ ഇസ്ലാമിൽ കാര്യങ്ങൾ. അപ്പൊ ടീച്ചർ അങ്ങനെ കൂടുതലായിട്ട് പോകുന്നില്ല, ഇതിപ്പോ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ടീച്ചർ അങ്ങനെ പറയില്ല. നാളെ മുതൽ നമ്മൾ തുടങ്ങും. ഫാത്തിമ ഉറക്കുന്നുണ്ടാ? ഇല്ലല്ലോ. നിങ്ങൾ സ്കൂൾ വിട്ട് വന്നോണ്ട് അതിനോ കുറച്ച് ടയർഡ് ആയിരിക്കുന്നു. അപ്പോ നമുക്ക് നാളെ മുതൽ നമുക്ക് ഒഫീഷ്യലായിട്ട് ക്ലാസ് തുടങ്ങാം. അതിന് മുമ്പ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ടീച്ചർ ഇതിൽ എഴുതി തരാം. എന്തെല്ലാം നിങ്ങൾക്ക് ഒരു ബുക്ക് വേണം കേട്ടാ. ബുക്ക്, പെന്ന്. നിങ്ങൾ എല്ലാവരും പെന്ന് യൂസ് ചെയ്യുന്ന കുട്ടികളല്ലേ, ഇപ്പം വേണ്ട ബുക്ക്. പക്ഷെ ടീച്ചർ നോട്ട്സ് സെൻഡ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യണം കേട്ടോ നോട്ട്സ്. പിന്നെ നിങ്ങൾക്ക് നോട്ട്സിൽ എന്തൊക്കെ ഉണ്ടാവാന്നറിയോ? ഖായിദ നൂറാന ബേസിക്, അതായത് ലെറ്റേഴ്സ് ഫുള്ളും ഒന്നും കൂടി തറവാക്കുന്നത്. പിന്നെ രണ്ടാമത് തജ്വീദിന്റെ കോഴ്സ്, ഓക്കെ, തജ്വീദിന്റെ കോഴ്സ്. പിന്നീട് ലാസ്റ്റ് നമ്മൾ അത് രണ്ടും കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഡെയിലി 6 or 5 hours. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും റീസൺ കൊണ്ട് ആബ്സെന്റ് ആണെങ്കിൽ ടീച്ചർ പറഞ്ഞ റെക്കോർഡിംഗ് അവിടെ ഉണ്ടാവും, റെക്കോർഡിംഗ് അയച്ചുതരും, അത് കാണാം. യു ഹാവ് ടു സബ്മിറ്റ് ദ ഹോംവർക്ക്. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ മിസ്സായ പോർഷൻ ഓതി തരണേ. ഓക്കെ, അപ്പൊ ഈ ടീച്ചർ ഇങ്ങനെ മാർക്ക് ചെയ്യും. 5 hours ആരെല്ലാം കംപ്ലീറ്റ് ആക്കിയത്. അത് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് തരുള്ളൂ. പകുതിക്ക് പോയ കുട്ടിയൊക്കെ തരില്ല കേട്ടാ. ഓക്കെ, അപ്പൊ അത് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഒരു എക്സാം നടത്താം, ഒരു കോമ്പറ്റീഷൻ പോലെ, നല്ലോണം ആരാ ഓതുന്നേ നോക്കാൻ വേണ്ടി. ഓക്കെ, ടീച്ചർ എപ്പോഴും വെക്കാറുണ്ട്. ടീച്ചർ ഇതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞാല് മുഹമ്മദ് ഫസി ഫിദ പോയി. ഫാത്തിമ ഫിദ വൈ യു റോട്ട് മുഹമ്മദ് ഫസി? മോളെ മൈക്കോണേക്ക്. എന്താ മോളെ, വേറെ സ്റ്റുഡന്റ് ഉണ്ടാ കൂടെ? എന്നോട് ഈ മാത് ചോദിച്ചു എന്റെ ഉപ്പാടെ പേരെന്താന്ന്. ഓ അങ്ങനെ. സംശയം, എന്റെ ഉപ്പാന്റെ അനിയന്റെ മോളാണ്. കറക്റ്റാ? ആണ്. ഏട്ടന്റെ മോനാണത്. അങ്ങനെ. ഓക്കെ, ഉമ്മ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായി ഇമാദിന്റെ റിലേറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിന്റെ രീതി. അപ്പൊ അതിനു മുമ്പ് ഖുറാന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി, എന്തെല്ലാം നമുക്ക് ഇത്രയും കൂലി കിട്ടും. മൈ ബേബി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കൂലി കിട്ടും നമുക്കറിയാം. ഒരു ലെറ്റർ ഓതിയാൽ 10 കൂലിയാണ്, 10 ഇരട്ടി കൂലിയാണ് നമ്മൾ പഠിച്ചു. പിന്നെ ഖുറാൻ പാരായണം ചെയ്യുന്ന ആൾക്കാരുടെ മേലിൽ സമാധാനമാണ്. നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ചില ആൾക്കാർ എന്താ മ്യൂസിക് പോയി കേൾക്കും, പാട്ട് കേൾക്കും. അപ്പൊ അതൊന്നും ഒരു ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ സൊല്യൂഷൻ. പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കുറ്റം കിട്ടേ ചെയ്യുന്നു അല്ലേ? കുറ്റം കിട്ടുന്നല്ലേ? നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കൂലി കിട്ടുന്നുണ്ടാ പാട്ട് കേൾക്കുമ്പോ? ഇല്ല. നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ ഖുറാൻ കേട്ടോ. ഖുറാൻ ഓതാൻ മടിയാണെങ്കിൽ ഖുറാൻ കേട്ടോ. പക്ഷെ ഖുറാൻ ഓതുമ്പോ വിഷമം അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലുള്ള ആൾക്കാർക്കും ഇറ്റ് ഈസ് എ റിലീഫ്. നമുക്ക് ഭയങ്കര സമാധാനമാണ്. ചില ആൾക്കാർ വിചാരിക്കും എന്താ പറയുന്നത്. ശരിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്കിപ്പോ എന്തെങ്കിലും എക്സാം ഉണ്ടെന്ന് വിചാരിച്ചോ, ജസ്റ്റ് ഒരു 5 hours ഓത്. ആ ടെൻഷൻ ഉണ്ടാവൂലേ എക്സാമിന്? ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ എക്സാം ഉണ്ടാവുമ്പോ? ആ ഒരു ടെൻഷൻ ഹാർട്ട് ബീറ്റ് കൂടുതലുണ്ട്. എക്സാമിനേഷൻ ഹോളിൽ കയറുമ്പോ ഒന്നും ചെയ്യില്ല, ഒന്നും പറ്റില്ല. അതെ, നിങ്ങൾ ബിസ്മില്ല പറഞ്ഞിട്ട് എപ്പോഴും എക്സാം സ്റ്റാർട്ട് ചെയ്യുക. എന്ത് കാര്യമെങ്കിലും ബിസ്മില്ല, അള്ളാഹു എനിക്ക് എളുപ്പാക്കി തരണേ. ഒന്നും അറിയുന്നില്ലെങ്കിലും എന്തെങ്കിലും എഴുതി വെക്കാം. ഓക്കെ, ഫോർ എൻ എക്സാം ഒന്നും ബ്ലാങ്ക് വിടാൻ പാടില്ല. അത് ടീച്ചർ ആദ്യം, നിങ്ങൾ എന്ത് സ്കൂളിലായാലും ഡോണ്ട് ലീവ് എനിത്തിങ് ബ്ലാങ്ക്. ഓക്കെ, റൈറ്റ് സംതിങ്. ചിലപ്പോൾ ചില ടീച്ചേഴ്സ് മാർക്ക് തരും. ഓക്കെ, അപ്പൊ അങ്ങനെയല്ല. ഓൾ ദ ബെസ്റ്റ് ഫോർ എവറിത്തിങ്. ഓക്കെ, നിങ്ങളെ 2 മാസം കൂടി അല്ലേ ഉള്ളൂ നിങ്ങൾ എക്സാമിന്, ഫൈനൽ എക്സാമിന് അല്ലെ? മാർച്ചില്. നിങ്ങൾ എല്ലാവരും നാട്ടിലുള്ള കുട്ടികളല്ലേ?
ഈ മാസം 11th ഞാൻ സൗദിയിൽ പോക്കാം. പോവും. ഓക്കെ. ആ ടൈം സ്കൂൾ ഉണ്ടാവോ? മാം എപ്പോഴും സൗദിയിൽ പോകുന്ന പറഞ്ഞിട്ട് ഞാൻ ഓൺലൈൻ എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ അള്ളാഹു എല്ലാം എളുപ്പാക്കി തരാം. അപ്പൊ ഇതാണ് നമ്മളെ ഇത് എന്താണ് ഇൻട്രൊഡക്ഷൻ. ഖുറാനെ കുറിച്ച് പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. ഖുറാന് മറ്റുള്ള നാമങ്ങൾ അറിയോ? ഡു യു നോ വാട്ട് ആർ ദ ഡിഫറെന്റ് നെയിംസ് ഓഫ് ഖുറാൻ? 4 നെയിംസ്. എന്തുവാ? അല്ല, ഉമ്മുൽ ഖുറാൻ അല്ല. ഉമ്മുൽ ഖുറാൻ എന്ന് പറഞ്ഞത് അത് ഇറ്റ് ഇസ് എ നെയിം. ഇതൊരു സൂറത്താണ്. അത് സൂറത്തിന് കേട്ടാ. ഏത് സൂറത്താ അത്? ഉമ്മുൽ ഖുറാൻ, മദർ ഓഫ് ദ ഖുറാൻ. വെരി ഗുഡ്. അത് ഉമ്മുൽ ഖുറാൻ എന്താ പറയുന്നേ? അതില് 7 വേഴ്സസ് ആണെങ്കിലും 7 ആയത്തേ ഉള്ളൂ. പക്ഷെ അതില് ഉൾക്കൊള്ളുന്നത് ഫുൾ ഖുറാനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അതായത് 30 ജുസ് ഇല്ലേ? എത്ര സൂറത്ത് ഉണ്ട് നമ്മളെ ഖുറാനില്? ഹൗ മെനി ടോട്ടൽ സൂറാസ്? 140. അല്ല, 30 ജുസ് ഉണ്ട്. 140. വെരി ഗുഡ്. 114. 114. ഓക്കെ. അപ്പൊ അതെല്ലാം ഒരുപാട് സൂറത്തുണ്ട്. പക്ഷെ ഫാത്തിഹയില് ഈ 7 ആയാസ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് മറ്റുള്ള സൂറത്ത്. ലൈക്ക് അത് ചെറുതാണെങ്കിലും അത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ബിഗിനിങ് ആണ്. അതുകൊണ്ട് അതിന് ഉമ്മുൽ ഖുറാൻ എന്ന് പറഞ്ഞത്. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ദ ഹോൾ കോണ്ടെക്സ്റ്റ്. മനസ്സിലായോ? അതിലെല്ലാ കാര്യങ്ങളും അതിലുണ്ട്. സോ അതുകൊണ്ട് ഉമ്മുൽ ഖുറാൻ. അതിൽ ഒരുപാട് പേരുണ്ട്. ഫാത്തിഹക്ക് വേറെ പേരുണ്ട്. റുഖിയ, ഷിഫ, ഇങ്ങനെയുള്ള പേരുകളെല്ലാം ഉണ്ട് ഫാത്തിഹക്ക്. അത്രയും അതും നല്ലൊരു സൂപ്പർ സൂറത്താണ്. ഓക്കെ. നിങ്ങൾക്ക് സുഖമില്ലാണ്ടാവുമ്പെല്ലാം നിങ്ങൾ അത് ഓതിയാൽ മതി. നമ്മുടെ മേത്ത് നമ്മൾ എന്തെല്ലാം ഓതല് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ്? ഓൺ അവർ ബോഡി. നാസ്, ഫലക്ക്, ആയത്തുൽ കുർസി, ഫാത്തിഹ, ഇതെല്ലാം ഓതിട്ട് എപ്പോഴും ഉറങ്ങാറുണ്ട് എല്ലാരും? എന്തായാലും ഓതണം കേട്ടോ മക്കളെ. നമുക്ക് രാത്രിയെല്ലാം എന്തെങ്കിലും ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ സംരക്ഷിക്കും എന്നാ പറയുന്നത്. ഓക്കെ. അപ്പോ സൂറത്തുൽ നാസ്, ഫലക്ക്, ഇഖ്ലാസ്, ആയത്തുൽ കുർസി, ഫാത്തിഹ. ദീസ് 5 സൂറാസ് ഡെയിലി യു ക്യാൻ റിസൈറ്റ് ബിഫോർ സ്ലീപ്പിംഗ്. ടീച്ചർ ഉറങ്ങുന്നതിന് മുമ്പ് ടീച്ചറുടെ 4 മക്കളുണ്ട്. ഫസ്റ്റ് മൂത്ത ആള് 9.5 years ആണ്. ഓക്കെ. 3 ആളെ കൊണ്ട് ഓതിപ്പിക്കും. ഓദിച്ചിട്ടേ ഉറങ്ങും, അല്ലെങ്കിൽ ഉറങ്ങണ്ടെന്ന് പറയും. മനസ്സിലായ? അതേപോലെ നിങ്ങൾ എന്തുണ്ടെങ്കിലും ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ ഓതുമ്പോഴാണ് ഷെയ്ത്താന് കൂടുതൽ നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ചെയ്യുക. ശ്രദ്ധിച്ചില്ല? ഓതുമ്പോ ഉറക്ക് വരുത്ത്, അല്ലെങ്കിൽ ഖുറാൻ ക്ലാസ് കേൾക്കുമ്പോ ഉറക്ക് വരല്, ആ ഷെയ്ത്താന്റെ ട്രിക്കാണ്. അല്ലെങ്കിൽ ഭയങ്കര മൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ 3 മണിക്കൂർ ഇരുന്ന് ഉറങ്ങാണ്ട് കാണും. എന്തെങ്കിലും ആനിമയോ എന്തെങ്കിലും അല്ലെ? പണ്ടൊക്കെ മൂവി ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഒന്നും കാണാൻ നിൽക്കില്ല. ഭയങ്കര ഇഷ്ടമില്ലാത്ത സംഭവം. നല്ലതാണ് ശരിക്കും. ഇരിക്കണ്ടേ 1 അരമണിക്കൂർ തന്നെ പോകും. 1 മിനിറ്റ് മോനെ. യെസ്, ഇതെല്ലാം എന്തായാലും ഓതണം. സോ യു ഹാവ് ടു റിസൈറ്റ് ഓൾ ദീസ് സൂറാസ് സോ ദാറ്റ് അള്ളാഹ് വിൽ പ്രൊട്ടക്ട് യു. നമുക്ക് രാത്രി എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഓതിയിട്ട് ഉറങ്ങുന്ന എപ്പോഴും നമുക്ക് 2 ഏഞ്ചൽസ്, ആയതിൽ കുറിച്ച് ഓതിയാല് 2 ഏഞ്ചൽസ് എപ്പോഴും നമ്മളെ ഗാർഡ് ചെയ്യും. 2 അല്ല, 1. ഒരു ഏഞ്ചൽ ഗാർഡ് ചെയ്യുന്ന ഹദീസ്. ഈ ഹദീസിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ ആണ്. ഇങ്ങനെ ചെയ്താൽ ഇത്ര കൂലി കിട്ടും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും, ബക്കറ ഓതിയാൽ ബ്ലെസ്സിങ്സ് ആണ്, കണ്ണേറിൽ നിന്ന് കാത്തു രക്ഷിക്കും, രോഗങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ. സോ ഇവിടെ എല്ലാവർക്കും നോക്കി ഓതാൻ അറിയോ? കുറച്ചെങ്കിലും നോക്കി ഓതാൻ അറിയോ ഖുറാൻ? അങ്ങനെയുള്ള കുട്ടികളെ എടുക്കുന്നത് അല്ലെ? അത് ഒന്നും കൂടി പോളിഷ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. നമ്മളിപ്പോ വുഡും ഇതെല്ലാം നമ്മൾ വീടെല്ലാം ഉണ്ടാക്കുമ്പോ പെയിന്റെല്ലാം അടിക്കുമ്പോൾ നല്ല ഭംഗി വീട്. അതേപോലെ നമ്മള് വാട്ട് എവർ വി ആർ, ഏത് സ്റ്റേജിലാണ് നമ്മളുള്ളത്, ആ സ്റ്റേജിനെ ഒന്നും കൂടി മെച്ചപ്പെടുത്തുന്നതാണ്. വൺസ് മോർ വി ആർ ഇംപ്രൂവിങ് അവർ റെസിറ്റേഷൻ. ഓക്കെ. അതിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. എല്ലാവരും നല്ല വൃത്തിക്ക് ഇരിക്കണേ ക്ലാസ്സിന്. പിന്നെ ഐ എം എ വെരി ഫ്രണ്ട്ലി ടീച്ചർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചോദിച്ചേ പറ്റൂ. കാരണം കുറെ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ടീച്ചറിന് മനസ്സിലാവൂല.
ഇപ്പൊ ഒരു കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവും, മറ്റു കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും ടീച്ചർ എനിക്ക് മനസ്സിലായിട്ടില്ല, ഫ്രാങ്ക് ആയിട്ട് ഓപ്പൺ ആയിട്ട് ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ മടി പിടിച്ചിട്ട് നമുക്ക് എന്തോ നാണക്കേടാവുന്നു വിചാരിച്ചാല് ടീച്ചറിന് മനസ്സിലാവൂല, നിങ്ങൾക്ക് പിന്നെ ആ ഭാഗം തെറ്റി ആ പോർഷൻ. ഓക്കെ, സോ യു ബി കോൺസെൻട്രേറ്റഡ് ഇൻ ദ ക്ലാസ്. ഇൻഷാല്ലാ നിങ്ങൾക്ക് ഇങ്ങനെ കുട്ടികളുടെ ഇടയിൽ ചോദിക്കാൻ മടിയാണെങ്കിൽ ആസ്ക് പ്രൈവറ്റ്ലി. ഓക്കെ, വാട്സപ്പിൽ ഉമ്മാന്റെ വാട്സപ്പിൽ ടീച്ചർ എനിക്ക് ഇന്നെടുത്ത ക്ലാസ് മനസ്സിലായില്ല, ഒന്നും കൂടി പറഞ്ഞുതരും, ടീച്ചർ പറഞ്ഞുതരും, ഡോണ്ട് വറി. അതിനല്ലേ നമ്മൾ ഈ ക്ലാസ്സിൽ ചേർന്നേ, പിന്നെ എപ്പോഴാണ് നമ്മൾ പഠിക്കുക അല്ലെ? അപ്പൊ ഇതില് ബിക്കോസ് ടീച്ചറിന് അത് അനുഭവം ഉള്ളതാണ്. ടീച്ചർ ഓരോ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ മനസ്സിലായിട്ടില്ല എന്ന് പറയും, അപ്പൊ ടീച്ചർ പിന്നെ ആദ്യം മുതലേ പഠിപ്പിക്കും. അപ്പൊ അങ്ങനെ ആവണ്ട, പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്റർ മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ചാപ്റ്റർ മനസ്സിലായിട്ടില്ലെങ്കിൽ ആസ്ക്. ഓക്കെ ഡിയർ, സോ ഇൻഷാല്ലാ ഇന്നത്തേക്ക് ഇത് മതി. നാളെ മുതൽ നമ്മൾ ലെറ്റേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ലെറ്റേഴ്സ് തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ലെറ്റേഴ്സ് ഒന്നും കൂടി കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ടീച്ചർ പറഞ്ഞുതരും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട്, നിങ്ങൾ ചിലപ്പോൾ മദ്രസയിൽ പഠിക്കുന്നത് ചെറുങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ടീച്ചർ സൗദിയിലുള്ള ടീച്ചറിന്റെ അടിയിലാണ് പഠിച്ചത് തജ്വീദ്. സോ there might be some differences. മദ്രസയിലും കറക്റ്റ്, പക്ഷെ ആ ലോന പറയാ, ലോന മറ്റേ അക്ഷരം ഉണ്ടല്ലോ, യെസ്, അതിനെ ചില ആൾക്കാർ ലോദ് എന്നാ പറയാ. അത് നാളെ പറഞ്ഞുതരും കേട്ടോ. മദ്രസയിലും കറക്റ്റ്, പക്ഷെ ആ തോക്ക് ഡോട്ടിട്ടതിനെ ലോന പറയാം. ഇവിടെയും അങ്ങനെ തന്നെ പറയുന്നത്, കുട്ടികളെ മദ്രസയിൽ അങ്ങനെയാണ് പറയുന്നത്. ശരിക്കുള്ള സ്ഥലം നമ്മൾ പഠിച്ചാല് നമുക്കത് ശരിയാക്കാൻ പറ്റും. ഞാൻ ടീച്ചർ അതിന്റെ വീഡിയോസിൽ അയച്ചുതരാം. ഓക്കെ, പിന്നെ ലെറ്റേഴ്സ് എത്ര ഉണ്ട് ടോട്ടല് അറബിയില്? 26. എത്ര? 24 അല്ലേ? അല്ല, how many letters are there in Arabic? 28. 26 ഇംഗ്ലീഷ് ആണ് കേട്ടോ, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് 26. 29 ഹംസ അടക്കം 29 വരും. നിങ്ങളുടെ ഹംസ 29. ചില ആൾക്കാർ 28 എന്ന് പറയും, ചില ആൾക്കാർ 29. ബോത്ത് ആർ കറക്റ്റ്. ഹംസയും അലിഫും ഇൻക്ലൂഡ് ചെയ്യുന്നതാണെങ്കിൽ 29 വരും. ഓക്കെ, ഹംസ എല്ലാം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും അറബിക് ലാംഗ്വേജിൽ വന്നത്. നമ്മളിപ്പോ അറബിക് ലെറ്റേഴ്സിന്റെ ഹിസ്റ്ററി നോക്കുന്നുണ്ടെങ്കിൽ 28 ഹംസ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. പിന്നീടാണ് ഹംസ ഒരു ലെറ്റർ ആയിട്ട് ഫോം ചെയ്തത്. ഓക്കെ, അപ്പൊ അതൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ടീച്ചറിനെ പഠിപ്പിക്കുന്ന മാം ഇല്ലേ, ആ മാം പറഞ്ഞതാണ് ഇങ്ങനെ ഉണ്ട് ഹിസ്റ്ററി, എങ്ങനെയാണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് പഠിപ്പിച്ചത്. അതിന്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ ടൈം കളയണ്ട. ഓക്കെ, സോ നാളെ നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലെ? റെഡി അല്ലേ എല്ലാരും? ഓക്കെ, നിങ്ങൾക്ക് പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ലീവ് ആക്കിയാൽ മതി, വെറുതെ ലീവ് ആക്കണം. ഏതാ ദിവസങ്ങള് ക്ലാസിന്റെ? സൺഡേ മാത്രമാണ് ലീവ്. ഓക്കെ, ബാക്കി എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. 6 days ക്ലാസ് ഉണ്ടാവും. ടൈം 7:30 to 8:30. പിന്നെ അതിന്റെ ഇടയിൽ ടീച്ചർ എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യത്തിന് മേ ബി ഇഫ് ഐ എം ട്രാവലിംഗ് ഓർ സംതിങ് ടീച്ചർ അറിയിക്കും ഗ്രൂപ്പിൽ ഇന്ന് ക്ലാസ് ഇല്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ റെക്കോർഡിംഗ് കേട്ടിട്ട് വരണം. മനസ്സിലായ? യു ഹാവ് ടു ലിസൺ ടു ദ ആബ്സെന്റ്. ആ ക്ലാസ് ആബ്സെന്റ് ആയ ക്ലാസ്സിൽ റെക്കോർഡിംഗ് കേട്ടിട്ടേ വരാൻ പാടുള്ളൂ, കാരണം എന്തായാലും ചോദ്യം ചോദിക്കും. അപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്ത പോലെ. പിന്നെ അറ്റൻഡൻസ് 70% വേണേ, 70. So inshallah നാളെ മുതൽ നമ്മൾ ലെറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മാക്സിമം നമുക്ക് സ്പീഡിൽ എടുക്കാൻ നോക്കാം ഇൻഷാല്ലാ. കാരണം നോമ്പ് വരുന്നോണ്ട് ടീച്ചർ ഒരു ഡൗട്ട്, നമ്മളൊരു ലീവ് എന്തായാലും ആവും. അപ്പൊ അത്രയും ദിവസത്തെ ക്ലാസ് മിസ്സാവൂലേ? അപ്പൊ മെയിൻ പോർഷൻസിൽ വേഗം എടുത്ത് തീർക്കാം. ഓക്കെ ഡിയേഴ്സ്? ഓക്കെ, നമുക്ക് ദുആ പറയാം. നമ്മൾ ഒരു സദസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ദുആ എന്താണ് അറിയോ ആർക്കെങ്കിലും? നമ്മൾ എന്തിനാണ് ഈ ദുആ പറയുന്നത്? ഈ ഗ്യാദറിംഗ്, ഈ ദുആ കുറെ സ്ഥലത്ത് പറയും. പക്ഷെ ഇസ്ലാമിക് നമ്മളെ ഗ്യാദറിംഗ് അള്ളാഹിനെ കുറിച്ച് സംസാരിക്കുമ്പോ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക
ഇത് നമ്മള് ക്ലാസ്സിൽ പറഞ്ഞു പോയ മിസ്റ്റേക്സ് ഇല്ലേ? അപ്പൊ നിങ്ങളായാലും ഞാനായാലും നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്. മേ ബി മിസ്റ്റേക്സ് എല്ലാം പറ്റിപ്പോ, ആരും പെർഫെക്റ്റ് അല്ല. അപ്പൊ ഈ മിസ്റ്റേക്സ് അള്ളാഹു പുറത്തരും. ഹീൽ ഫോർഗിവ് us. ഓക്കെ, സോ ഇന്ന് ടീച്ചർ അറ്റൻഡൻസ് നോക്കുന്നില്ല, നാളെ മുതലാണ് അറ്റൻഡൻസ് ഉണ്ടാവുക. ഓക്കെ ഡിയർ? സോ ഓക്കെ മക്കളെ, എന്നാ പിന്നെ വിൽ സീ ടുമോറോ ഇൻഷാല്ലാ. ഓക്കെ, ജസാക്കല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Waalaikumsalam.